എമ്പുരാൻ തീർത്ത വലിയ അലയൊലികൾക്ക് ശേഷം, അല്ലെങ്കിൽ എമ്പുരാന്റെ അലയൊലി ഇങ്ങനെ രാജ്യത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷു റിലീസായി കുറെ സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എന്നുള്ളതാണ്. എമ്പുരാന് ശേഷം ആലപ്പുഴ ജിങ്കാന, ബസൂക്ക, മരണമാസ് എന്നീ 3 ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിയത്. സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയാണ് ഈ സിനിമകളെല്ലാം തന്നെ പോകുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. മമ്മൂട്ടിയുടെ ഒരു അസാന്നിധ്യം പ്രമോഷനുകളിലെല്ലാം തന്നെ കണ്ടതാണ് ഇത്തവണ. കാരണം സാധാരണ അദ്ദേഹം കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ പ്രമോഷന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വലിയൊരു റെസ്റ്റിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പ്രത്യക്ഷമായ പ്രമോഷനുകളിലൊന്നും ഇല്ലെങ്കിലും തിയേറ്ററിൽ മമ്മൂട്ടി ആഘോഷ വിസ്മയങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ്. പടത്തിന്റെ അവസാന 25 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ തന്നെ തിയേറ്റർ ഒരു സ്റ്റേഡിയം വൈബിലേക്ക് പോകുന്ന ഒരു പൂരപ്പറമ്പായി മാറുന്ന 73-കാരന്റെ വിളയാട്ടം വീണ്ടും സിനിമാ പ്രേമികൾ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ബസൂക്ക ഒരു പക്ഷേ വീണ്ടും മമ്മൂട്ടിയുടെ വിജയ തുടർച്ചയാവാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ ജിങ്കാന, പ്രേമലുവിന് ശേഷം ഇന്ന് മലയാള സിനിമയിൽ ഒരു നായക പ്രസക്തമല്ലാത്ത സിനിമകൾ വിജയിക്കുന്ന പോലെ ഏതൊരു സംവിധായകനും ഏതൊരു നടനും എത്രമേൽ വലിയ കളക്ഷനിലേക്കും കടന്നു പോകാവുന്നതൊക്കെ നമ്മെ കാണിച്ചു തന്ന നെസ്ലിൻ പ്രധാന വേഷത്തിലെത്തുന്ന ഗണപതി അടക്കം ഒരു കൂട്ടം യുവാക്കളുടെ കഥയുമായി ആലപ്പുഴ ജിങ്കാന വലിയ രീതിയിൽ തിയേറ്ററുകളിലൊന്നും ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത രീതിയിലാണ് കേരളത്തിലെ ബോക്സ് ഓഫീസുകൾ തകർക്കുന്നത്. ടോവിനോയുടെ പ്രൊഡക്ഷൻ സംരംഭമായ ടോവിനോ പ്രൊഡക്ഷൻസിന്റെ ബേസിൽ ഒരു ഗ്യാരണ്ടി ഉള്ള നടനായി മാറിയിരിക്കുന്നു. ചിലർ ശ്രീനിവാസനെ പോലെ, കഴിഞ്ഞ കാലങ്ങളിലെ ശ്രീനിവാസനെ പോലെ ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന, ടിക്കറ്റിന്റെ കാശ് നമുക്ക് ചെലവാക്കാവുന്ന ഒരു നടൻ എന്നുള്ള രീതിയിലാണ് മരണമാസം വന്നിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമ വിഷുവിന്റെ ഉണർവിലേക്ക് കടന്നു വരികയാണ്. വോക്സ് എന്തുകൊണ്ട് സിനിമാ വിഷയങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സിനിമയ്ക്ക് സ്വാധീനമുള്ള ഒരു നാടാണ് കേരളം. അപ്പോൾ വിഷു വരുന്നു, കുട്ടികളെല്ലാം അവധിക്കാലത്തിലേക്ക് കടന്നു വരുന്നു. 3 സിനിമകളും ചിലവർ സമ്മിശ്ര പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരാഘോഷമായി തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്ന ചിത്രങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ.